നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2025 നവംബർ മാസം 19-ാം തീയതി ബുധനാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്. വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, വിദ്യാസമുന്നതി സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. 19-ാം തീയതി വരെയാണ് സമയമുള്ളത്. അതായത് നാളത്തോടു കൂടി അപേക്ഷിക്കുവാനുള്ള സമയം അവസാനിക്കുകയാണ്. ഹൈസ്കൂൾ തലങ്ങളിൽ 2500 രൂപയും ഹയർ സെക്കൻഡറി തലങ്ങളിൽ 4000 രൂപയും ഡിഗ്രി തലങ്ങൾ തൊട്ട് ഏത് ഉയർന്ന കോഴ്സുകൾക്കും 6000 രൂപയ്ക്ക് മുകളിൽ, അത് 10000 രൂപ മുതൽ 25,000 രൂപ വരെ പഠിക്കുന്ന കോഴ്സുകൾക്കനുസരിച്ച് സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. അർഹതയുള്ളവർ നാളെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മംഗല്യ സമുന്നതി പദ്ധതിയിലേക്കും ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസരമുണ്ട്. 2025 ജനുവരി 1 മുതൽ 2025 ഒക്ടോബർ 31 വരെയുള്ള കാലയളവിൽ വിവാഹം ചെയ്തു പോയിട്ടുള്ള പെൺമക്കളുടെ വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കും. അപേക്ഷകർ BPL അല്ലെങ്കിൽ AY റേഷൻ കാർഡ് ഉള്ളവരായിരിക്കണം. സാമ്പത്തികം കുറഞ്ഞവർക്കാണ് മുൻഗണന ലഭിക്കുക. അതോടൊപ്പം ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾ, പ്രായക്കൂടുതലുള്ള പെൺകുട്ടികൾ, ഭിന്നശേഷി നേരിടുന്ന മാതാപിതാക്കളുള്ള പെൺകുട്ടികൾ തുടങ്ങിയവർക്കാണ് മുൻഗണന ലഭിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 19-ാം തീയതിയാണ്. അതായത് ഇതിന് അർഹതയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നാളത്തോടു കൂടി തന്നെ അപേക്ഷകൾ സമർപ്പിക്കണം. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വ്യാഴാഴ്ച മുതൽ വിതരണം ആരംഭിക്കുകയാണ്. നവംബർ മാസത്തെ 2000 രൂപയും കുടിശ്ശികയുടെ അവസാന ഗഡുവായ 1600 രൂപയും ഉൾപ്പെടെ 3600 രൂപയാണ് ഇത്തവണ വിതരണം ചെയ്യുക. ഇതോടെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും തീരുന്നതാണ്. പെൻഷൻ വിതരണത്തിനായി ധനവകുപ്പ് 1864 കോടി രൂപ അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട്. 63,77,935 പേരാണ് ഗുണഭോക്താക്കളായിട്ടുള്ളത്. അതായത് പകുതിയോളം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലും ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘങ്ങൾ വഴി കൈകളിലേക്കും ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ്. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. മാന്നാർ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. നവംബർ 22ഓടെ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയ ന്യൂനമർദ്ദ സാധ്യത. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിച്ചേക്കും. നിലവിലെ സൂചന പ്രകാരം 25-ന് ശേഷം 1-2 ദിവസം വീണ്ടും കേരളത്തിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത അറിയിപ്പായി പങ്കുവെക്കുന്നത്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 21-ാമത്തെ ഗഡു 2000 രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നാളെ എത്തിച്ചേരുകയാണ്. പ്രധാനമന്ത്രി സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഈ ഒരു തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ്. KYC, ആധാർ സീഡിംഗ്, അതുപോലെ തന്നെയുള്ള മറ്റ് മാനദണ്ഡങ്ങൾ എന്നിവയെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും തന്നെ ഈ ഒരു തുക ലഭിക്കും. പ്രത്യേകിച്ചും 20-ാം ഗഡു നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തടസ്സവും കൂടാതെ 21-ാമത്തെ ഘടകവും അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.